അമല ഹോസ്പിറ്റലിലെ നഴ്സുമാർ അനിശ്ചിതകാല സമരം തുടങ്ങിയിരിക്കുകയാണ്. മാനേജ്മെൻറ്റിൻ്റെ മർക്കട മുഷ്ടി അവസാനിപ്പിക്കാൻ വേണ്ടി. ശരിക്കും പറഞ്ഞാൽ ഭൂമിയിലെ മാലാഖമാരാണ് നഴ്സുമാർ. അവരെ ഈ വെയിലത്തും മഴയത്തും ഇരുത്തി ഇങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് അവർക്കൊരു കുടുംബം ഉണ്ടെന്ന് ആലോചിക്കണം. 10 രൂപ അവർ ശമ്പള കൂടുതൽ ചോദിക്കുന്നതിൽ തെറ്റില്ല. ആ നിലയ്ക്കാണ് ഇവിടെ വിലക്കയറ്റം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നും 3 കൊല്ലത്തിൽ ഒരു പ്രാവശ്യം മാത്രം ശമ്പളം കൂടുതൽ കൊടുത്തുകൊണ്ട് അവരെ കുടുംബം എങ്ങനെ ജീവിക്കും? ഇവരൊക്കെ പല ലോണുകളുമൊക്കെ എടുത്തുകൊണ്ടാണ് ഈ നേഴ്സുമാരായി പഠിച്ചു വന്നിരിക്കുന്നത്. അവർക്ക് അവരുടേതായുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുണ്ട്. ഇതൊക്കെ മാനേജ്മെൻറ്റ് മനസ്സിലാക്കി ഇവരെ ഈ സമരത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇവരെക്കുള്ള വേതനം കൊടുത്തുകൊണ്ട്, ഇതൊക്കെ നോക്കണ ലേബർ ഓഫീസർ ഈ രാജ്യത്തേ ഇല്ല, ആൾ സ്ഥലം വിട്ടു. അപ്പോൾ കാശുള്ളവനും കാര്യക്കാരൻ എന്ന് പറഞ്ഞ പോലെ അവരെ ഈ രക്ഷിക്കാനായിട്ട് ഇപ്പോൾ ആരുമില്ല. അപ്പോൾ കേരളത്തിൽ ഇത്രയും പേര് കേട്ട ഒരു ആശുപത്രിയാണ് അമല ആശുപത്രി. അപ്പോൾ ഈ അമല ആശുപത്രിയിൽ ഇത്രയും ദിവസമായിട്ട് ഇവിടെ ഇങ്ങനെ സമരം നടക്കുമ്പോൾ ശരിക്കും പൊതുജനത്തിന് ഇത് എന്താണെന്നുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല. എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രശ്നം? യഥാർത്ഥത്തിൽ ഞങ്ങൾ അടിസ്ഥാന ശമ്പളം 40,000 രൂപ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കേരളത്തിലെ എല്ലാ ആശുപത്രിയും കൂടി ഒരുമിച്ചിറങ്ങിയ സമരമാണ്. ആദ്യം സൂചന സമരം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഡേറ്റ് കൊടുത്ത് സൂചനയായിട്ട് ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി അടിസ്ഥാന ശമ്പളം 40 ആക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഗവൺമെൻറ് സർക്കാർ അത് 23 മുതൽ 25,000 രൂപ വരെ എന്നുള്ള അടിസ്ഥാന ശമ്പളം അങ്ങനെയാക്കി അവരുടെ പരിഷ്കാരം അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും നമ്മൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾ മാനേജ്മെൻറ്റായിട്ട് ധാരണ വെച്ചു. അങ്ങനെ ബാക്കി എല്ലാ ഹോസ്പിറ്റലുകാരും ആ ധാരണയ്ക്ക് ഒപ്പുവെച്ചു. ഈ അമല ആദ്യം ഒരു 25ഓളം ആശുപത്രിക്കാർ ഇതിൽ നിന്ന് മാറി നിന്നു. ഒരു KPHN ചായ സംഘടനയിൽപ്പെട്ട ആശുപത്രിക്കാർ, അതായത് വലിയ ഹോസ്പിറ്റലുകാരെല്ലാവരും മാറി നിന്നു. അവർ അവസാനം വീണ്ടും ഒത്തുതീർപ്പായി ചർച്ച ഞങ്ങളോട് അനുകൂലിച്ച്, അതായത് ഞങ്ങളുടെ പുതിയ കുട്ടികളെ ട്രെയിനി എന്ന് പറഞ്ഞൊരു സമ്പ്രദായ പ്രകാരമാണ് ഇവരെടുക്കുന്നത്. അവർക്ക് ആകെ 15,000 രൂപയാണ് ഇത് സ്റ്റാർട്ടിങ് കൊടുക്കുന്നത്. ആ സ്റ്റാർട്ടിങ് 15,000 രൂപ വെച്ചാൽ കുട്ടികൾക്ക് ജീവിക്കാൻ പറ്റില്ല. അതായിരുന്നു ഞങ്ങളുടെ ആവശ്യം. അപ്പോൾ അവർക്ക് ഒരു 10 വെച്ച് കൊടുത്ത് 10 ഏകദേശം എല്ലാ വർഷത്തിലുള്ള ആൾക്കാർക്കും അതിലെന്താണ് സത്യാവസ്ഥ എന്ന് നമുക്ക് അവിടെ വന്നു പോയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ചാരിറ്റി എന്നുള്ള പേരും പറഞ്ഞ് അവർ നടത്തുന്നത് മുഴുവൻ അതിൻ്റെ പുറകിൽ അതിൽ കൂടുതലാണ് നടത്തുന്നത്. അത് നടത്താൻ പറ്റില്ല എന്നുള്ള അവകാശത്തോടെയാണ് അവർ ഈ ശമ്പള വർധന പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ ഇത്രയും ദിവസം നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ സ്റ്റുഡൻസിനെ വെച്ചും പിന്നെ പുറത്ത് പഠിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത പിള്ളേരെ വെച്ചിട്ടുമാണ് ഇപ്പോൾ ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ട് പോകുന്നത്. ലേബർ ഓഫീസിൽ നിങ്ങളുടെ കാര്യത്തിൽ ലേബർ ഓഫീസുകാർ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. കുറേ പ്രാവശ്യം മുന്നേ സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നേ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരും വിളിച്ചാലും, കോടതി അടക്കം വിളിച്ചാലും ഈ 2 മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികൾ ചെല്ലുകയോ ചർച്ചയ്ക്ക് തയ്യാറായാൽ തന്നെ അവരൊരു ധാരണയിലാവുകയോ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഗവൺമെൻറ് നിശ്ചയിച്ചൊരു ശമ്പളം ഇല്ലേ? ഗവൺമെൻറ് അല്ലേ നിശ്ചയിക്കുന്നത്? ഗവൺമെൻറ്റാണ് ശമ്പളം നിശ്ചയിച്ചേക്കണേ. ഗവൺമെൻറ് നിശ്ചയിച്ച ശമ്പളം പറഞ്ഞ 25,000 രൂപയാണ്. ഈ ഗവൺമെൻറ് 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞ് വീണ്ടും 3 കൊല്ലം കഴിയുമ്പോഴാണ് ഈ ശമ്പള വർധന വരുന്നത്. 2018 പിണറായി സർക്കാർ 20,000 രൂപ അടിസ്ഥാന ശമ്പളമാക്കിയതാണ്. പിന്നെ 3 കൊല്ലം കഴിയുമ്പോൾ അത് കൂട്ടണതായിരുന്നു. അത് കൂട്ടാതെ അന്ന് മുതൽ ഞങ്ങൾ പ്രക്ഷോഭമായിട്ട് ഇറങ്ങിപ്പോയായിരുന്നു. പക്ഷേ അന്നൊന്നും ഇല്ലാതെ 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സമരത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് ഇവർ ഞങ്ങൾക്കൊരു ഇൻട്രീം എന്നുള്ള രീതിയിൽ, ഒരു ഇടക്കാല ആശ്വാസം എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ആദ്യത്തെ വർഷക്കാർക്ക് 1,000 രൂപ 2,000 രൂപ അങ്ങനെ. പുതിയൊരു ഗവൺമെന്റ് വന്നിരിക്കില്ല, അപ്പോൾ കുറച്ച് സമയം കൊടുത്തുകൂടെ നിങ്ങളുടെ കാര്യങ്ങൾക്ക്? ഞങ്ങൾ സമയം കൊടുത്തിട്ടുണ്ട്. സമയം ഇത്രയും കൊല്ലം കയ്യിൽ കൊടുക്കണം. പുതിയൊരു ഗവൺമെന്റ് വന്നേക്കല്ലേ, പിണറായി വിജയൻ സാർ പോയില്ല. ഒരു പ്രതീക്ഷയുണ്ട്. പിണറായി സർക്കാർ പ്രഖ്യാപിച്ച ശമ്പളത്തിനേക്കാളും കുറച്ചധികം. ഒരു ജനസേവന കേന്ദ്രമായ കാരണം നിങ്ങൾക്ക് കുറച്ച് നാൾ കൂടി വെയിറ്റ് ചെയ്യാറില്ല. ഒരു ആശുപത്രി അല്ലേ? 8 കൊല്ലം ഞങ്ങൾ വെയിറ്റ് ചെയ്തില്ല. 2018 ഞങ്ങൾക്ക് കൂട്ടി തന്ന ശമ്പളം പിന്നെ 3 കൊല്ലം കഴിഞ്ഞു, 5 കൊല്ലം കഴിഞ്ഞു, 8 കൊല്ലം വരെ ഞങ്ങൾ കാത്തിരിക്കും. നല്ലതൊരു ഫാക്ടറി അല്ലല്ലോ, ഒരു ആശുപത്രി അല്ലേ? ഫാക്ടറി അല്ല, അതറിയാൻ ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ ഞങ്ങളുടെ പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് 15,000 രൂപ വെച്ചിട്ട് ഈ 8ഉം 10ഉം ലക്ഷം 12 ലക്ഷം കൊടുത്ത് പഠിച്ചിറങ്ങിയ കുട്ടികൾ എങ്ങനെ ജീവിക്കും? പഠിച്ചിറങ്ങാന്ന് പറഞ്ഞ ഒരു കൊല്ലം 10-40 കുട്ടികൾ വീതം ഓരോ ഹോസ്പിറ്റൽ, ഈ അമലയിൽ നിന്ന് 40-45 കുട്ടികൾ പഠിച്ചിറങ്ങുന്നുണ്ട്. ആ കുട്ടികൾ പഠിച്ചിറങ്ങി ഇവിടെ 2 കൊല്ലെങ്കിലും ഇവിടെ വർക്ക് ചെയ്യണം. 4 എക്സ്പീരിയൻസ് പുറത്ത് പോകാൻ പറ്റും. ഈ 2 കൊല്ലം വരെ ഈ കുട്ടികൾ 15,000 രൂപ വെച്ച് എങ്ങനെ ജീവിക്കും? മാനേജ്മെന്റ് നിങ്ങളുടെ ഈ കാര്യത്തിൽ എന്താ പറയണത്? ഇപ്പോൾ അവര് കൂട്ടിത്തരും, പക്ഷെ ഒരു അഗ്രിമെന്റ് ഇല്ല. അവരിപ്പോ ബെഡ് അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൂട്ടി. കാരണം 1200 ബെഡാണ് അമല ശരിക്കും ബെഡ്. പക്ഷെ അവര് ഇപ്പോൾ നിലവിൽ വെച്ചിരിക്കുന്ന
അത് അവർ 800 ബെഡാക്കി കൂട്ടി. ഞങ്ങൾക്ക് ശമ്പളം കൂട്ടാൻ വേണ്ടിയിട്ടല്ല, അവർ സീറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പറയുന്നത് ഞങ്ങൾക്ക് 4000 രൂപ മുതൽ കാശ് കൂട്ടി തരാം, അതുകൊണ്ട് നിങ്ങൾ കയറിക്കോ, 800 ബെഡാക്കിയിട്ടുണ്ട്. ഞങ്ങൾ സമരം ചെയ്തതിൻ്റെ പേരിലല്ല, അവർ ശമ്പളം അല്ല ബെഡ് കൂട്ടിയതിൻ്റെ പേരിൽ കൂട്ടിത്തരാൻ കയറാൻ പറഞ്ഞു. കയറണത് അവരൊരു എഗ്രിമെൻ്റ് ഇല്ല. നമുക്ക് തന്നു കഴിഞ്ഞാൽ ഇത് അടിസ്ഥാനമായിട്ട് നമുക്ക് ഗവൺമെൻറ് പ്രഖ്യാപിച്ച് നമുക്ക് ആരോടും ചോദിക്കേണ്ട കാര്യം. നിങ്ങളുടെ ഈ 2 സ്ഥാപനമായ കാരണം അത് ഒറ്റപ്പെട്ട സമരമായിട്ട് മാറില്ലേ? ഒറ്റപ്പെട്ട സമരമല്ല, ഞങ്ങൾ ഇത്രയും ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഞങ്ങളിവിടെ ഇരിക്കുക, ആർക്കും കണ്ണു തുറക്കാൻ പറ്റും. ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്കും കുട്ടികളും മക്കളും ഭർത്താക്കും അച്ഛനും അമ്മയും ഒക്കെ ഉള്ളവരാ. 2 മാസമായിട്ട് ഞങ്ങൾക്ക് ഒരു വേദനയില്ല. ഇവരുടെ ആവശ്യം അത് തന്നെയാണ്. കാരണം സ്ത്രീകളാണ് കൂടുതലും ഗതി കെട്ടി ഇരുന്ന് നരകിച്ചു വെയിലത്തും മഴയത്ത് ഇരുന്ന് അവർ തിരിച്ചു കയറാൻ വേണ്ടിയാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർ വരുന്നതും പറയുന്നതും അത് തന്നെയാണ്. ഈ സമരം നിങ്ങൾ തീർത്ത് വരും. ഞങ്ങളുടെ എല്ലാ ഗ്രൂപ്പുകളിലും പല രീതിയിൽ അവർ ഞങ്ങളോട് ജോലിക്ക് കയറാൻ പറയുന്നുണ്ട്. പക്ഷെ ജോലിക്ക് കയറിയ പിന്നെ ഈ 8 കൊല്ലമായിട്ട് നിലവിൽ പുതുക്കാത്ത ശമ്പളം ഇനി കൂടുമോ? ഇപ്പോഴത്തെ കണ്ടീഷനിൽ തന്നെ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ സമരങ്ങളൊന്നും ഇല്ല, എല്ലാം വളരെ നോർമലായി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് സാധാരണക്കാർക്കും എല്ലാവർക്കും ഒന്ന് ആശ്രയിക്കാനുള്ള ഒരു ഹോസ്പിറ്റലാണ് അത്. അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്തുകൂടെ? ആളുകൾ തന്നെയാണ് ഞങ്ങളിവിടെ ആരും പണക്കാരില്ല, എല്ലാവരും അന്നന്ന് ജോലി എടുത്ത് ജീവിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഈ മാസത്തെ സാലറി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്കും ജീവിക്കാൻ പറ്റില്ല. കഷ്ടപ്പാട് കൊണ്ട് മാത്രം ഇറങ്ങി പോകുന്നതാണ് ഞങ്ങൾക്ക് ഒരു തീരുമാനമില്ല. ഇത് മാറ്റി സമരം തീർക്കണം, തീർക്കാതിരിക്കുന്ന ഒരു ആഗ്രഹം ഞങ്ങൾക്കില്ല. ചെറിയൊരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്തുകൂടെ? ചർച്ചയ്ക്ക് തയ്യാറാവണ്ടേ? അവർ പറഞ്ഞല്ലോ കയറി നമുക്ക് കാര്യങ്ങളെല്ലാം കയറി കഴിഞ്ഞിട്ട് അതിനൊരു തീരുമാനം ആവില്ല. കാരണം ചർച്ച ചെയ്ത് ഇത്രയും ഞങ്ങൾ 70 ദിവസം ഞങ്ങളല്ല ഇരുന്ന് പുറത്തിരുന്നിട്ടും അവർ തിരിഞ്ഞു പോലും നോക്കാത്ത ആൾ. ഞങ്ങൾ ജോലിക്ക് കയറി അവർ തിരിഞ്ഞു നോക്കും തോന്നണ്ട? ഇല്ല, തിരിഞ്ഞു നോക്കില്ല. അവർ ഞങ്ങളെ 2011 നേഴ്സിംഗ് മേഖല എങ്ങനെയായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഞാൻ 26 വർഷം ഈ ആതുര സേവന രംഗത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ 2011 എന്തായിരുന്നു, 2015 ശേഷം എങ്ങനെയായിരുന്നു എനിക്ക് നന്നായി അറിയുന്ന ആളാണ്. അപ്പോൾ ആ 11ലേക്ക് മുന്നുള്ള ആ നഴ്സിംഗ് സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൽ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞതിൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അറിയാത്ത ആൾക്കാർ അറിയട്ടെ. പൊതുജനങ്ങൾ ഇത് ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾക്ക് സാലറി കൂടുമ്പോൾ രോഗികളുടെ ഫീസ് കൂടുന്നു. ഈ 2018 മുതൽ വർഷത്തിൽ 2 തവണ ഫീസ് കൂടിയിട്ടുണ്ട്. ഡെയിലി ഞങ്ങൾ തന്നെയാണ് ഈ ബില്ലുകൾ കയറ്റുന്നത്. അപ്പം ഞങ്ങൾക്കറിയാം എപ്പോഴൊക്കെ ഫീസ് കൂടുന്നുണ്ടല്ലോ. 2018 മുതൽ കൊല്ലത്തിൽ 2 പ്രാവശ്യം എന്നുള്ള രീതിയിൽ ഫീസ് കൂടിയിട്ടുണ്ട്. അന്നൊന്നും ജനങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇനി ഞങ്ങളുടെ സമരം കഴിയുമ്പോൾ ഫീസ് കൂടണത് അറിയും. കാരണം ഇവരായാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. എന്തെന്ന് നേഴ്സുമാർക്ക് ഫീസ് കൂട്ടും. നേഴ്സുമാർക്ക് ശമ്പളം ഞങ്ങൾക്ക് തരാറില്ല. 8 കൊല്ലമായിട്ട് ഇത്രയും ആൾക്കാരോട് വന്നിരുന്നിട്ട് ഇന്നല്ലെങ്കിൽ നാളെ കുറച്ച് ആളുകൾ ഒഴിഞ്ഞു പോവോ? അങ്ങനെ ഒഴിഞ്ഞു പോകുന്നുണ്ട്. ഞങ്ങൾ ആരും ഭീഷണിപ്പെടുത്തി ഇവിടെ ഇരുത്തിയിട്ടില്ല. പക്ഷെ അവർ ഭീഷണിപ്പെടുത്തി തിരിച്ചു കയറ്റുന്നുണ്ട്. ഞങ്ങൾക്ക് സർക്കുലർ ഇറക്കുന്നുണ്ട്, നോട്ടീസ്, രജിസ്റ്റേർഡ് നോട്ടീസുകൾ അയക്കുന്നുണ്ട്. അതല്ലാതെ ഞങ്ങളുടെ ബന്ധുക്കൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പലരുടെയും അമ്മ, അച്ഛൻ, അങ്ങനെ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഭർത്താക്കന്മാർ അവരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോട് പറയാണ് നിങ്ങളുടെ ജോലി പോകുന്നു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പേടിച്ചിട്ട് കയറുന്നവരുണ്ട്, അല്ലെങ്കിൽ ഓരോരുത്തർക്ക് ഓരോന്ന് വാഗ്ദാനം ചെയ്ത് കയറ്റുന്നവരുണ്ട്. ഞങ്ങളിവിടെ ആരെയും പേടിച്ച് ഞാൻ പറയട്ടെ, ഇത് രണ്ടും ഒരു കത്തോലിക്ക സ്ഥാപനമാണ്. താലിമാല താലി എടുത്തു കൊടുത്ത് വിവാഹം നടത്തി കൊടുക്കുന്ന പുരോഹിതരാണ് ഇതിൻ്റെ 2 പേരിൻ്റെയും തലപ്പത്തിരിക്കുന്നത്. എന്നിട്ട് അവർ തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഇവിടെ വർക്ക് ചെയ്യുന്ന ഞാൻ അവരുടെ നിലപാടുകളാണ് പറഞ്ഞത്. എന്നിട്ട് ഈ താലിമാല കൊടുത്ത് അവർ ഇങ്ങനെ ഒരു കുടുംബ ബന്ധം തകരാതെ ഉണ്ടാക്കാൻ നോക്കുന്ന ആളുകളാണ്. നമ്മുടെ ഒരു കൗൺസിലിംഗ് നടത്തിയിട്ടായാലും ഒരു കുടുംബത്തിനെ എങ്ങനെ കൊണ്ടു നടക്കണമെന്ന് നല്ല നല്ല ടോക്കുകൾ നൽകുന്ന, പ്രസംഗങ്ങൾ നൽകുന്ന നല്ല പുരോഹിതരാണ് അവർ തന്നെ. അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന കെട്ടിയോന്മാരോട്, അതായത് ഞങ്ങളുടെ ഭർത്താക്കന്മാർ ആരെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് പറയാണ് നിന്റെ ചൊൽപ്പടി നിന്റെ ഭാര്യ നിൽക്കില്ലേ? അതാണോ ഒരു കുടുംബ ബന്ധം? അല്ലെങ്കിൽ മക്കളോട് മാതാപിതാക്കളോട് പറയാണ്